അയൽവാസിയായ രവീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു പൊതുവേ നമുക്ക് അർജുൻ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു കുടുംബത്തിന്റെ ഭാരം തലയിൽ വെച്ച ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കുടുംബം തന്നെ ഈ വിധത്തിൽ മുന്നോട്ട് വന്നതാണ്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം അവരെ ഫാമിലിക്ക് അവരെ അച്ഛൻ്റെ അച്ഛനെ എല്ലാം ഞങ്ങളിവിടെ നാട്ടുകാരായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതിലുള്ളൊരു സന്തോഷം എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ അർജുൻ ഒരു മണിക്കൂർ പോലും വെറുതെ നിൽക്കാതെ എന്തെങ്കിലും ജോലിക്ക് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യും. കാരണം ആദ്യ കാലങ്ങളിലൊക്കെ ഒന്നുമില്ലാണ്ട് വെറുതെ നിൽക്കുന്ന സമയത്ത് പെയിൻറ്റിങ്ങിനോ മറ്റുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി അവൻ്റേതായ ഒരു പ്രയത്നം കൊണ്ട് ഇന്നിപ്പം ഈ കാണുന്ന വിധത്തിലെത്തിയത്. അപ്പം അതിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പോലും അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ, കുട്ടൻ എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ കയറി അവൻ പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ച് പിന്നെ ആദ്യം ഒരു 180 ചെറിയ പിക്കപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ പിക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ വണ്ടി പോകുന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു വണ്ടിയാണോ കൊണ്ടുപോകുന്നത് ഇവനവിടെ കാണില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവൻ വർക്കിന് പോകുന്നതാണ്. അപ്പോൾ ആ വിധത്തിൽ നല്ല വിധത്തിൽ പെരുമാറുന്ന മറ്റു വേറെ യാതൊരു ചീത്ത സ്വഭാവങ്ങളോ അല്ലെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അല്ലെ കുട്ടികളുടെ ഒരു ഇതില്ലാത്ത വിധത്തിലാണ് മുന്നോട്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ അർജുൻ ആദ്യം മൈസൂരിലേക്കാണ് ബ്രിക്സും കൊണ്ടാണ് തോന്നുന്നത് അല്ലേ മൈസൂരിലേക്ക് പോയത്. അതിനുശേഷം മറ്റൊരു കോൺട്രാക്ട് കിട്ടി മറ്റൊരു സ്ഥലത്തേക്ക്. അവിടെ നിന്ന് മരം കയറ്റി വരുന്നതിനിടയിലല്ലേ ഇപ്പോൾ കാണാതായത്. അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടുന്ന് ഉള്ള ലോഡ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് മരത്തടി എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നൊരു ഷെഡ്യൂളായിട്ടാണ് ഇവരുടെ വർക്ക് നടക്കുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇവനവിടെ കാണാറില്ല. എപ്പോഴും വരും, ഇപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ സംസാരിക്കാമെന്നല്ല കണ്ടിട്ട് അല്ലാതെ ഒരു ഗ്യാപ്പിൽ നമുക്ക് കിട്ടാറൊന്നുമില്ല ഇവനെ. മറ്റൊരു സഹോദരിയുടെ കല്യാണം നടക്കാണ്ടായ ദിവസം ഫിക്സ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അതിന് ഞാൻ കേട്ടത് എനിക്കറിയില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കേട്ടത് പെയിൻറ്റിങ് ചെയ്യുന്ന അല്ല ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യുന്ന ഞാൻ വന്നതിന് ശേഷം ചെയ്യാന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് മറ്റുള്ള കുട്ടികൾ പറഞ്ഞ് മനസ്സിലായത്. ആ വിധത്തിലാണ് ഇവിടുത്തെ വീട്ടിലെ കാര്യം. പിന്നെ രക്ഷാദൗത്യത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഇവർ പറയുന്ന പോലെ തന്നെ ആ മണ്ണിനടിയിൽ ആ വണ്ടി ഉണ്ടാവും എന്നുള്ള വിശ്വാസം തന്നെയാണ്. കാരണം എന്താ പറഞ്ഞാൽ 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് മണ്ണ് വീണത്. അപ്പോൾ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 98% മണ്ണെടുത്തെന്ന് പറഞ്ഞാൽ തന്നെ ഈ 2% വ്യാപ്തി എത്രയുണ്ടെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഈ കുന്നിൻ്റെ ഉയരം അത്രയുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്ന് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. തുടക്കം മുതൽ തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ, വലിയ രീതിയിലുള്ള വിമർശനം കേരളത്തിൽ നമ്മൾ ഉന്നയിച്ചതാണ്. മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരും എല്ലാം തന്നെ കൃത്യമായൊരു സമ്മർദ്ദം കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത്. ഇപ്പോഴും പക്ഷേ ഒരു മന്ദഗതിയിലാണ് എന്നുള്ളൊരു തോന്നലല്ലേ നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ട വിധത്തിലുള്ള ആ ഒരു ജാഗ്രതയോട് കൂടിയ മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു അഭിപ്രായമില്ല. കാരണം ഒരു വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം അവർ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ട കോർഡിനേഷനോ അതിന് വേണ്ട കാര്യങ്ങളോ അവിടെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നിടത്തോളം മറ്റുള്ളവരൊക്കെ കാണുന്ന പോലെ ഒരു 4 ഇറ്റാച്ചിയും മറ്റേതും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതല്ലാണ്ട് അതിന് വേണ്ട ആധുനിക സജ്ജീകരണങ്ങൾ അവിടെ ഇല്ല എന്നുള്ള മനസ്സിലാക്കുന്നത്. നമ്മുടെ ടെക്നോളജിയൊക്കെ ഇത്ര വളർന്നിട്ടും അതൊന്നും കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഇതിലൂടെ മനസ്സിലാകുന്നു. അതാ ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നിട്ട് അവിടെയൊക്കെ ഇപ്പോഴും ഉള്ളത് എന്താണ്, നമ്മുടെ ഈ സാധാരണ ഒരു റോഡിൽ ചെയ്യുന്ന വർക്കിന് വേണ്ടി കൊണ്ടുവരുന്ന മെഷീനറി മറ്റുമൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുള്ളൂ. ഇതിൽ വളരെ ബൂം ലെങ്ത്തുള്ള ഒരു 20 മീറ്റർ ബൂം ലെങ്ത്തുള്ള ഇറ്റാച്ചി വരെ ഉണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവർ പറയുന്ന ഈ ഭയമൊന്നും ആവശ്യമില്ല. കാരണം കുറേ ദൂരം വെച്ചിട്ട് ഇത് എടുക്കാനുള്ള 20 മീറ്റർ വിട്ടിട്ട് വെച്ചതിന് ശേഷം സെക്കൻഡ് ഷിഫ്റ്റിൽ ഇത് അൺലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ എന്താണ് ഈ മണ്ണ് വീണ് കിടക്കുന്ന ഭാഗത്തുനിന്ന് ആ മണ്ണ് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളാരെയും കുറ്റപ്പെടുത്താനോ മറ്റുള്ളതിനോ അല്ല, ആദ്യ മണിക്കൂറിലുള്ള ഇവരുടെ രക്ഷാപ്രവർത്തനം വളരെ വീഴ്ച പറ്റി എന്നാണ്. അതാരെയും കുറ്റപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് തിരിച്ചൊരു മറുപടി പറയുകയോ അല്ലെങ്കിൽ അവരോടുള്ള നന്ദികേടോ അല്ല. നമുക്കുണ്ടായ ഒരു അനുഭവം കൊണ്ടാണ്, നമ്മൾ അറിഞ്ഞിടത്തുള്ള അനുഭവം കൊണ്ടാണ് പറയുന്നത്. ആദ്യ മണിക്കൂറുകളിൽ പെട്ട ഒരു പ്രയാസം ആദ്യ മണിക്കൂറിൽ വേണ്ട ശുഷ്കാന്തി കാണിക്കാതിരുന്നതിൻ്റെ ഒരു തിക്ത ഫലമാണ് ഇപ്പം നമ്മൾ ഇത്രയും നിങ്ങൾ അടക്കം നമ്മളെല്ലാവരും
ഈ മാധ്യമങ്ങളും മറ്റുള്ളവരും ഇവിടെയുള്ള കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവരെക്കാൾ കൂടുതൽ ടെൻഷനിലാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാം, ഇവിടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഈ വന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ വന്നിട്ട് രാത്രി വരെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ജോലിയാണെങ്കിൽ പോലും, വർക്കാണെങ്കിൽ പോലും അവർക്കും ഇതിൽ വളരെ ആകാംക്ഷയുണ്ട്. കാരണം ഒന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആവുമല്ലോ എന്നുള്ളൊരു ധാരണയോട് തന്നെയാണ് ഇവിടെ എല്ലാവരും വന്നത്. പിന്നെ ആ കുടുംബത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അവർ നിങ്ങളടുത്ത് വളരെ നിസ്സഹായതയോടുകൂടിയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. ഫേസ് ചെയ്താൽ എന്ത് പറയും, എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളതില്ല. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജുനെ ജീവനോടെ കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ അർജുനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. അർജുൻ ജീവനോടെ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. ആ പ്രതീക്ഷയ്ക്ക് അനുദിനം മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നു. മിനിറ്റുകൾ പിന്നിടുന്നു, മണിക്കൂറുകൾ പിന്നിടുന്നു, ദിവസങ്ങൾ പിന്നിടുന്നു. കാരണം ഇന്ന് 7ാം ദിവസത്തിലേക്ക് എത്തിയിട്ട് പോലും നമുക്ക് അർജുൻ ഇപ്പോഴും കാണാമറയത്താണ്. എന്തായാലും അർജുൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ എല്ലാവരെയും പോലെ, നാട്ടുകാരെയും അതുപോലെ വീട്ടുകാരെയും പോലെ നമുക്ക് കാത്തിരിക്കാം. ഈ നാടിനു വേണ്ടി കാത്തിരിക്കാം. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന മണിക്കൂറുകളും പിന്നിട്ടിരിക്കുന്നു, ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ പ്രതീക്ഷയിൽ മങ്ങലിട്ടിരിക്കുന്നു എന്ന് കുടുംബവും നാട്ടുകാരും വരെ പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വളരെ സങ്കടകരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങേയറ്റം സങ്കടകരമാണ്. അർജുൻ ആ കുടുംബത്തിന്റെ എത്രമാത്രം ഒരു നട്ടെല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് രവീന്ദ്രന്റെ വാക്കുകളിൽ. നമ്മൾക്ക് വീണ്ടും